അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നിങ്ങളോട് ആൾറെഡി പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫീൽഡ്, ദെൻ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? എം മാസുള്ളൊരു ബോഡി എടുത്താൽ അതിനൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടായിരിക്കും. ആ പോയിന്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഫീൽഡിൽ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ പോയിന്റിലെ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു യൂണിറ്റ് മാസ് വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാന്ദ്ര ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി to that point without any acceleration. So it is a work done by an external agent to bring a unit mass from infinity to that point without any acceleration. ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. V is equal to negative G capital M by small r. M എന്ന് പറഞ്ഞാൽ മാസ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫീൽഡ്, മാസ് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫീൽഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം ബൈ ആർ എന്ന ഇക്വേഷൻ. ആർ എന്ന് പറയുന്നത് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് റൈറ്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓർ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ ഐഡിയ നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലായി. പൊട്ടൻഷ്യൽ, we have a source charge here, Q charge. It is a source charge. And now we are going to define the electric potential at this point P at a distance r from it. Gravitational potential define ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഏതാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫീൽഡിന് പുറത്ത്, ഫീൽഡിന് പുറത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിനെ, ലെറ്റ് ഇറ്റ് ബി എ +1 കൂളോം ചാർജ്. ഓക്കെ, യൂണിറ്റ് ചാർജിനെ, ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇൻഫിനിറ്റി എന്ന പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ടു ഡു, ദ എക്സ്റ്റേണൽ ഏജന്റ് ഹാസ് ടു ഡു എ വർക്ക്. ഫോർ എക്സാമ്പിൾ +1c ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ +1c നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അത് പിയിലിരിക്കുന്ന ഒരു +1c ആണ്, യൂണിറ്റ് ചാർജ്. Then this plus Q offers a repulsive force. So this is a force, what we call the electrostatic force. Electrostatic force നെ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് നിങ്ങൾക്ക് ചാർജിനടുത്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ you must do a work against that electrostatic force. അപ്പോൾ എക്സ്റ്റേണൽ ഏജന്റ് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാനായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിനെ ഫീൽഡിന് പുറത്തൊരു പോയിന്റിൽ നിന്ന് ഫീൽഡിൽ ഉള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണോ, ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് ഡിസ്ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് electric potential at that point. So it is a work done by the external agent to bring a unit charge from infinity to a point is the potential at that point. അത് ആ പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് ചാർജ് +1c ചാർജ്, ഇവിടെ എനിക്കൊരു ഇൻഫൈനറ്റിസ്മൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം, dr എന്ന ഇൻഫൈനറ്റിസ്മലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം. ദ വർക്ക് റിക്വയർഡ് ഫോർ ദാറ്റ് പ്രോസസ് ഈസ്, അപ്പോൾ നിങ്ങൾ പറയും ദാറ്റ് ഈസ് ലെറ്റ് ബി dw, ആൻഡ് ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈ എക്സ്റ്റേണൽ ഡോട്ട് dr. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ്, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡി എന്നാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ചാർജ് ആണ്. അപ്പം QE ആണ്, ഡോട്ട് ഡി ആണ്, Q ടൈംസ് E ഡോട്ട് ഡി ആണ്.
യൂണിറ്റ് ചാർജ് ആകുമ്പോൾ ക്യൂവിന് 1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് E.D എന്ന് എഴുതി വെക്കാൻ പറ്റും. ഇവിടെ dr ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഡോട്ട് dr ആണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. Then how we can find out the total work required to bring the charge from infinity to that point? Of course, calculus method. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വേരിയിങ് ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലസ് മെത്തേഡ് അപ്ലൈ ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ എക്സ്റ്റേണലിനെ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ടേമിൽ നിന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, ഡോട്ട് dr ആണ്. This is a work required to move the unit charge through an infinitesimally small displacement dr. So potential find out ചെയ്യണമെങ്കിൽ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ നിന്ന് ഇതിനെ കൊണ്ടുവരാൻ, ഇൻഫിനിറ്റി ആ പോയിന്റിൽ കൊണ്ടുവരാനുള്ള ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റഗ്രേഷൻ. അപ്പോൾ W is ഇൻറ്റഗ്രൽ എവിടെ നിന്നാണ് ചാർജിനെ കൊണ്ടുപോകുന്നത്, ഇൻഫിനിറ്റിയിൽ നിന്ന് ടു എ പോയിന്റ് P at a distance r from the source charge, that is negative electrostatic force dot dr. And this work is nothing but the electric potential at the point P. Electric potential at the point P. So what is integral infinity to r? ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് Q സോഴ്സ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡ്, Q എന്ന പോയിന്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് K ടൈംസ് Q ബൈ r സ്ക്വയർഡ്. സോ യുവർ ആൻസർ ഈസ് K ടൈംസ് Q ബൈ r squared into dr. Oh, into dr, because E external and dr, this is dr, infinitesimal displacement. രണ്ട് ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ E.D നെ EDR എന്ന് എഴുതിയാൽ മതി. നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ, നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണ്, ആര്, K ആണ്. ഓക്കെ, Q ആണ്, ചാർജ് ആണ്. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r 1/r സ്ക്വയർ dr. ഇൻ്റഗ്രേഷനൊക്കെ അറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ശരിക്കും ചെയ്തതാണ് അല്ലേടാ. ദാറ്റ് ഈസ് നെഗറ്റീവ് KQ ഇൻറ്റു ഇൻ്റഗ്രൽ 1/r സ്ക്വയർഡ് dr ഇൻഫിനിറ്റി ടു r ലിമിറ്റ് r raised to -2 dr. Integral x raised to n dx, x raised to n plus 1 by n plus 1. So it is negative K capital Q integration ചെയ്യാണ് r raised to -2 plus 1 by -2 plus 1 within the limit infinity to r. So your answer is negative KQ. R raised to -2 plus 1 is r raised to -1. -2 plus 1 minus ഈ മൈനസും കൂടെ ഞാൻ അങ്ങ് പ്ലസ് ആക്കി. ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ, r raised to -2 plus 1 is r raised to -1. What is r raised to -1? 1/r. So your answer is 1/r. Infinity to r. Limit apply ചെയ്യാം. K Q r 1/r minus 1/infinity. 1/infinity tends to 0. So your answer is 1/r. So this is a work. Work is K times Q by r. Work is K. The value of K is 1/4 pi epsilon naught Q by r. And that work is, and that is a work required or work done by an external agent to bring a unit charge from infinity to the point P, and that work is nothing but potential at the point P. So you can define potential at the point P, Vp, as 1/4 pi epsilon naught Q by r. ഗ്രാവിറ്റേഷൻ്റെ കമ്പാരിസൺ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രസകരമാണ് അല്ലേ. ഗ്രാവിറ്റേഷനിൽ നമുക്ക് കിട്ടിയത് കെയ്ക്ക് പകരം ഇത് കെ ആണ്, കെയുടെ സ്ഥാനത്ത് ജി വന്നു, ക്യൂവിൻ്റെ ചാർജ് എം വന്നു, അത്രയേ ഉള്ളൂ, പ്ലേസിൽ എം വന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ, അതെന്താ കാര്യം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കണം അല്ലേ, ഗ്രാവിറ്റേഷനിലും എവിടെയും പൊട്ടൻഷ്യലുകൾക്കൊരു സൈൻ്റെ ഡിഫറൻസ് പോലെ അല്ലേ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഇത് ഒരു പോയിന്റ് ആയി കഴിഞ്ഞു. This is a potential at a point P. So I repeat, potential at a point in a in a field is defined as work done by the external agent to bring a unit charge from infinity to that point without any acceleration. അങ്ങനെ without any acceleration ആക്കാനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ അത്രമാത്രം ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തത്. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ആക്സലേഷൻ ഉണ്ട്, അപ്പോൾ ആക്സലേഷൻ വേണ്ട. അതുകൊണ്ടാണ് ഇ എസും ഈ എക്സ്റ്റേണലും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയത്. Now, this is a potential at the point P. Now you consider another point, that is Q. How will you define the potential at the point Q? Of course, it is the work required to bring a unit charge from infinity to the point Q. But infinity in B കൊണ്ടുവരാനുള്ള വർക്കല്ല, ഇൻഫിനിറ്റി എന്ന് ക്യൂവിൽ കൊണ്ടുവരാൻ. അപ്പോൾ പിയിലെ പൊട്ടൻഷ്യൽ വി പിയും ക്യൂവിലെ പൊട്ടൻഷ്യൽ വി ക്യൂവും ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും. The point Q is nearer to this source charge. So, you have to do more work. അല്ലേ? ഇൻഫിനിറ്റിന്ന് പി കൊണ്ടുവരാനുള്ള വർക്ക് പോരാ, ഇൻഫിനിറ്റിന്ന് ക്യൂവിൽ കൊണ്ടുവരാൻ. You have to do more work. So, definitely more work means potential at the point Q is greater than potential at the point P. In other words, there exists a potential difference between the points P and Q. The potential difference, electric potential difference between P and Q is VQ minus VP. And that is nothing but the work required to bring a unit charge from the point P to the point Q. From point P to point Q. So it is a work required to bring a unit charge from ഏത് പോയിന്റ് പി പോയിന്റ് എങ്ങോട്ട് കൊണ്ടുവരാൻ ക്യൂയിലേക്ക്. ഇപ്പോൾ പിന്ന് ക്യൂയിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണമോ ദാറ്റ് വർക്ക് യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണോ ദാറ്റ് വർക്ക് ഈസ് കാൾഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. സോ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് ദ work required to bring a unit charge from the point P to the point Q without any acceleration. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പിയും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് വി ക്യൂ മൈനസ് വി പി എന്നാണ് എഴുതിയത്. റീസൺ അറിയാം, ബിക്കോസ് വി ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ വി പി. സോ ഞാൻ പിയിലിരുന്ന ഒരു ചാർജിനെ ക്യൂവിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ക്യൂ ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ യൂണിറ്റ് ചാർജിനെ മാറ്റി ക്യൂ കൂളോം ചാർജ് എവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു? പിന്ന് ക്യൂവിലോട്ട് കൊണ്ടുവന്നു. സോ ടു ബ്രിങ് ക്യൂ കൂളോം ചാർജ് from P to Q, Q coulomb charge P in the Q load കൊണ്ടുവന്നു. And work required for that process is WPQ. What is WPQ? Work required to move a unit charge from P to Q. എത്ര ചാർജിനെ? Q coulomb charge. Work required to move Q coulomb charge. Sorry, work required to move Q coulomb charge from P to Q is Q coulomb. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക്? ക്യൂ കൂളോമിനെ കൊണ്ടുവരാൻ ഡബ്ല്യു പി ക്യൂ ആണെങ്കിൽ യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് ഡബ്ല്യു പി ക്യൂവിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ വി ഗെറ്റ് ദ വർക്ക് റിക്വയർഡ് ടു മൂവ് യൂണിറ്റ് ചാർജ് ഫ്രം പി ടു ക്യൂ ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ക്യൂ മൈനസ് VP. So the potential difference between 2 points in an electric field is a work required to move a unit charge from one point to the other point without any acceleration. Then the question is, what is the unit of potential or potential difference? Work by charge ആണല്ലേ. അപ്പോൾ യൂണിറ്റ് എഴുതാൻ സിമ്പിൾ ആണല്ലേടാ. യൂണിറ്റ് എന്താണ്? വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. സോ ജൂൾ പെർ കുളോം. ഈ ജൂൾ പെർ കുളോമിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്തെന്ന് എഴുതിയാൽ മതി? വോൾട്ട് എന്ന് എഴുതി വെച്ചാൽ മതി. സോ ഓർ വോൾട്ട്. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനേഷൻ.
അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റിലേക്ക് കൊണ്ടുവരണം. പോയിന്റ് എവിടെയായിരിക്കണം? ഫീൽഡിനകത്തായിരിക്കണം. എങ്ങനെ കൊണ്ടുവരണം? വിത്തൗട്ട് എനി ആക്സിലറേഷനിലായിരിക്കണം കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫീൽഡിനകത്ത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. നൗ so the potential electric potential is 1 by 4 pi epsilon naught q by r. This is the potential at a point. Gravitational potential define ചെയ്തത് നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം ബൈ ആർ എന്നാണ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വന്നപ്പോൾ കെ ഉപയോഗിച്ച് നിങ്ങൾ ജി റീറൈറ്റ് ചെയ്തു, എമ്മിന് പകരം ചാർജ് കൊടുത്തു, ഇക്വേഷൻ സെയിം ആണ്, പക്ഷേ നിങ്ങളൊരു പ്ലസ് സൈൻ ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഡിഫറൻസ് അറിയണം അല്ലേ? ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എം മാസുള്ളൊരു ബോഡി ഉണ്ട്, ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇതാണ്, നിങ്ങളൊരു മാസിനെ കൊണ്ടുവരുന്നു. സോ മാസിന് ഒറ്റ സൈനേ ഉള്ളൂ, പ്ലസ് സൈൻ മാത്രം. അപ്പം മാസിനെ എന്ത് ചെയ്യും? മാസിനെ അല്ലേ പ്ലസും റിപ്പിൽ ചെയ്യും അല്ലേടാ. മാസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല, ഒറ്റ മാസേ ഉള്ളൂ. അപ്പോൾ മാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒറ്റ നേച്ചറേ ഉള്ളൂ, അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സാണ്. ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു, യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ പോയി. എന്താണ് ഫോഴ്സ്? ആ റിപ്പൽഷനാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവരും, കുഴപ്പമില്ല, അട്രാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ സോഴ്സ് ചാർജിന് ഞാൻ പ്ലസിന് പകരം മൈനസ് കൊടുത്തു, ഇപ്പോൾ റിപ്പൽഷൻ അല്ല, പിന്നെന്താവും? അട്രാക്ഷൻ ആവും. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഇവിടത്തെ പോലെ എന്താകും? മൈനസ് ആകും. അപ്പോൾ പൊട്ടൻഷ്യൽ പ്ലസും വരാം മൈനസും വരാം, അത് വേറൊരു കാര്യം. മനസ്സിലായോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൾവേസ് നെഗറ്റീവ് ആണ്, ബിക്കോസ് ദിസ് ഇസ് എ വർക്ക് അഗൈൻസ്റ്റ് ദ അട്രാക്റ്റീവ് ഫീൽഡ്. ഇത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത് വർക്ക് അഗൈൻസ്റ്റ് ദ റിപ്പൾസീവ് ഫീൽഡ് ആണ്. അത് അട്രാക്റ്റീവ് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് പൊട്ടൻഷ്യലിന് എന്ത് സൈനും ഉണ്ടാകും? ആ മൈനസ് സൈനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. Is that clear? So that is about potential at a point due to a point charge. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയ ഒരു ഡിസ്കഷനിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. എൻ്റെ കൈവശം ഒരു കണ്ടക്ടിങ് സ്പിയർ ഉണ്ട്. I have a conducting sphere with us. ഇതൊരു കണ്ടക്ടിങ് സ്പിയർ ആണ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ at a point due to a conducting sphere. ഈ കണ്ടക്ടിങ് സ്പിയർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കണ്ടക്ടിങ് സ്പിയർ അത് സോളിഡ് ആയാലും ഹോളോ ആയാലും സർഫസിലെ ചാർജ് കാണത്തുള്ളൂ. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ടു എ കണ്ടക്ടിങ് സ്പിയർ ആണ്. നമ്മളൊരു സ്പിയറിനെ കൺസിഡർ ചെയ്തു. ലെറ്റ് r be its radius. Then we consider a point P at a distance r from the center of the conducting sphere. Okay, so this is an electrostatically charged one. Conducting sphere ആണ്. ഇതിനെ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ചാർജ് ചെയ്തു. ഇതിനകത്ത് Q ചാർജ് ഉണ്ടെന്ന് കരുതി. നമ്മുടെ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. Potential at a point P is defined as, by definition, it is a work required to bring a unit charge from infinity to that point. Okay, without any acceleration. Or it's a work done by the external agent to bring a unit charge from infinity to that point without any acceleration. അപ്പോൾ നമ്മൾ പിയുടെ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ വളരെ സിമ്പിളാണ്. ഇതെന്താണ്? 2 ഡയമെൻഷണൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടക്ടിങ് സ്പിയർ ആണ്. കണ്ടക്ടിങ് സ്പിയറിൽ ഫീൽഡ് കാൽക്കുലേഷനിൽ നമ്മൾ കൺസോൾഡേറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? എ സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ്. ഒരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തുപോലെ ബിഹേവ് ചെയ്യും? പോയിന്റ് ചാർജ്. എടാ പോയിന്റ് ചാർജ് ക്യൂ ചാർജ്. ഓക്കെ, അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? അതാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് K ടൈംസ് Q ബൈ R ആണ്.
അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയും now the spherical charge distribution behaves like a point charge, so the potential at the point P എവിടെയാണ് potential outside, okay, outside is your answer is 1 by 4 pi epsilon naught times Q by R. And then we consider the point P here. Okay, point is on the surface. Now here R is greater than capital R, right? Small r is greater than radius. Now on the surface. Surface വന്നു കഴിഞ്ഞാൽ small r ന്റെ value capital R ആവും. So potential at that point is, your answer is 1 by 4 pi epsilon naught times capital Q by capital R. Now we consider a point here inside the conducting sphere. Now third case is inside. So your condition is now small r is less than capital R. So the point is inside. ഇൻസൈഡിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടിങ് സ്പിയറിൽ അകത്ത് ഫീൽഡ് 0 ആണ്. അത് പഠിച്ചിട്ടുണ്ടല്ലേ. അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്നാണ് നമ്മൾ പറയുക. ഫീൽഡ് മെറ്റാലിക് സ്പിയർ ആണെങ്കിൽ, ബോക്സ് ആണെങ്കിൽ അവിടെ ഫീൽഡ് അകത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ട് സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അകത്ത് ഫീൽഡ് 0 ആയിരിക്കും. ഇവിടെ ഫീൽഡ് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എവിടെ? പൊട്ടൻഷ്യൽ 0 അല്ലേ? അങ്ങനെ വരൂ. Potential at a point is a work required to bring a unit charge from ഇവിടെ ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അവിടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫീൽഡിന് പുറത്തൊരു പോയിന്റ് ഇവിടെ കൊണ്ടുവരാൻ വർക്ക് വേണം, ഇവിടെ കൊണ്ടുവരാൻ വർക്ക് വേണം, ഇവിടെ കൊണ്ടുവരാൻ വർക്ക് വേണം, ഇവിടെ കൊണ്ടുവരാനും വർക്ക് വേണം. പക്ഷേ ഇൻഫിനിറ്റി അകത്തോട്ട് പോകാൻ വർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ലോജിക്കില്ല. ശരി, ഇൻഫിനിറ്റി പി കൊണ്ടുവരാൻ നിങ്ങൾ എന്തിനു വർക്ക് ചെയ്യും? ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഏജന്റ് ആൻഡ് ദാറ്റ് വർക്ക് ഈസ് അഗൈൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എതുവരെ വർക്ക് ചെയ്യണം? സർഫസ് വരെ. സർഫസ് കഴിഞ്ഞാൽ പിന്നെ ഫീൽഡ് ഇല്ല. ഫീൽഡ് ഇല്ലെങ്കിൽ എന്താണ്? നോ മോർ വർക്ക് ഈസ് റിക്വയർഡ്. എടാ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡ് ഇല്ലെന്നേ. അപ്പോൾ നോ മോർ വർക്ക് ഈസ് റിക്വയർഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സർഫസിൽ പൊട്ടൻഷ്യൽ എത്രയാണോ ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും സ്പിയറിനകത്ത് ഏത് പോയിന്റിലും. അപ്പോൾ വി ഇൻസൈഡ് എടുത്തു കഴിഞ്ഞാൽ now your answer is 1 by 4 pi epsilon naught times Q by capital R. Is it clear? Now നമ്മൾ ഫൈനൽ ഇത് കൺസോളിഡേറ്റ് ചെയ്യാണ് ഇന്നത്തെ ഡിസ്കഷൻ. നോക്കൂ, ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. പൊട്ടൻഷ്യൽ along the y-axis and distance right from the center of the sphere is taken along the x-axis. Okay, ഈ ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യാം അല്ലേ? ക്യാപിറ്റൽ R. പൊട്ടൻഷ്യൽ വേരിയേഷൻ എന്താണ്? സർഫസിലെ പൊട്ടൻഷ്യൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. സർഫസിലെ പൊട്ടൻഷ്യൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 1 by 4 pi epsilon കൊണ്ട് ഗിവ് ചെയ്യാം. ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രിപ്പോർഷണൽ ടു R ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. മാർക്ക് ചെയ്തു. ഇൻസൈഡിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? ഔട്ട്സൈഡിന് തുല്യമാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ നേച്ചർ ഇതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇവിടെ ഫീൽഡ് 0 ആണെങ്കിലും അകത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യും. അത് സർഫസ് പൊട്ടൻഷ്യലിന് ഈക്വലുമാണ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കണ്ടക്ടിങ് സ്പിയർ. ഓക്കെ, അപ്പോൾ നോട്ട്സ് ഇന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.